സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു, വിടുതലായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപികൾ യഥാർത്ഥമായ ദൈവസ്നേഹം രുചിച്ചറിയുവാൻ, ദൈവസ്നേഹത്തിലേക്ക് അവർ അടുത്തു വരുവാൻ, യഥാർത്ഥമായ ദൈവവചനം അറിയാത്തവർക്ക് ദൈവവചന സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ, ദുരുപദേശങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമായി തീരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകം പേർക്ക് വിടുതലായി തീരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്ന് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ദൈവിക വിശ്വാസത്തിലേക്ക് ഈ കേൾവിക്കാർ വളർന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യയുടെ തുറമുഖത്ത് നമുക്കൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലവും തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആന്റണി ജോസഫ് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം തിരുവചന സത്യങ്ങൾ നമ്മളെ ഇന്ന് രാത്രികാലവും പഠിപ്പിക്കും. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുറന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസന് മൈക്ക് കൈമാറുന്നു. സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഡോഗ്മയുടെ 29ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവമായ കർത്താവ് നമ്മളുടെ ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രികാലവും ദുരുപദേശത്തിനെതിരായിട്ട് അതേ സ്തോത്രം നമ്മൾ തിരുവചന വെളിച്ചത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫാദർ ഡാനിയൽ പൂവനത്തിൽ എന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ചാണല്ലോ. ആ പ്രസംഗത്തിൻ്റെ അകത്ത് അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട് അതിനെ കണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരുവചന വെളിച്ചത്തിൽ കണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നാം അത് സ്തോത്രം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അത് കേൾക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതിനെ തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അത് സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല, സഭയുണ്ടായിരുന്നുള്ളൂ. ആ സഭ 2000 വർഷമായിട്ട് വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ആ വിശ്വാസത്തിന്റെ പേരാണ് പാരമ്പര്യം. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചൊല്ലി പറ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചല്ലോ, 2000 വർഷമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് വിശുദ്ധ പാരമ്പര്യം. അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചത്. ഇന്നും അതിലേക്ക് തന്നെയാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. റോമ മതക്കാരുടെ വിശുദ്ധ പാരമ്പര്യമെന്നല്ല പേരിടേണ്ടത്, അശുദ്ധ പാരമ്പര്യം. നമുക്കറിയാം, കഴിഞ്ഞ അതേ സ്തോത്രം എപ്പിസോഡിൽ AD 313 റോമൻ മതം ആരംഭിച്ചു എന്ന് ഞാൻ അത് പറയുവാനായിട്ടിടയായി തീർന്നു. റോമൻ മതം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, സഭയല്ല, സഭയായിരുന്നു അതുവരെ. വിശുദ്ധിയോടും വേർപാടോടും കൂടെ നിന്നിരുന്ന സഭ, പീഡിത സഭ, കർത്താവിൻ്റെ വരവിനായിട്ട് നോക്കിപ്പാർത്തിരുന്ന സഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, വിശുദ്ധ ജീവിതം നയിച്ചവരുടെ കൂട്ടം. പെട്ടെന്ന് അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന കുസ്തന്തീനോസ് മനപരിവർത്തനമില്ലാതെ മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് രാജകീയ മതമായിട്ട് അവിടെ മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് കത്തോലിക്ക മതത്തിൻ്റെ അതേ സ്തോത്രം പിറവി എന്ന് പറയുന്നത് AD 313 ആണ് എന്ന് പറയുവാൻ കാരണം. അതിനുശേഷം പലവിധമായിട്ടുള്ള അതേ അശുദ്ധ പാരമ്പര്യം, വിശുദ്ധമല്ല അശുദ്ധ പാരമ്പര്യം ആ മതത്തിലേക്ക് കയറുവാനിടയായി. അതാണ് നമ്മൾ ഒന്നൊന്നായിട്ട് ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. AD 320 ആയപ്പോഴത്തേക്കും കുരിശുരൂപമുണ്ടാക്കി. കാരണം ഈ ക്രൂശിതമായിട്ടുള്ള
അതേ സ്തോത്രം രൂപവുമായിട്ട് പോകുമ്പോഴത്തേക്കാണല്ലോ കുസ്തന്തീനോസ് യുദ്ധത്തിൽ ജയിച്ചത്. അതുകൊണ്ട് ആദ്യത്തെ അവരുടെ വണക്കം കുരിശ് വെച്ചുകൊണ്ടുള്ള വണക്കമായിരുന്നു. അത് AD 320 പ്രാവർത്തികമായി. അത് എവിടെല്ലാം പ്രാർത്ഥനയുണ്ടോ അവിടെല്ലാം കുരിശ് വെച്ച് വണങ്ങണം എന്ന് അവർ കൽപ്പിച്ചു. അതിനുശേഷം അത് ആരാധിക്കാൻ തുടങ്ങി. പിന്നീടാണ് ആരാധന തുടങ്ങിയത്. അതുപോലെ തന്നെ നമുക്കറിയാം AD 325 കൂടിയ നിക്ക സുന്നകദോസിൽ പട്ടക്കാർ, ഐമേനികൾ എന്ന 2 വേർപാട് അതുണ്ടായി. അതേ സ്തോത്രം, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതേ ദൈവസഭയിൽ നിന്നിരുന്ന സ്ഥാനത്ത് 2ആക്കി. പട്ടക്കാരെന്ന ഒരു വിഭാഗവും ഐമേനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും ഉണ്ടാക്കി. എന്നിട്ട് റോമ, അന്ത്യോക്യ, അലക്സാണ്ട്രിയ ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ആളുകളെ ബിഷപ്പുമാരെ പാത്രിയാക്കീസ് എന്ന് പറഞ്ഞ് അവരെ വാഴിക്കാൻ തുടങ്ങി. എന്നാണെന്നറിയാമോ? AD 325. പിന്നീട് AD 375 ആയപ്പോൾ ദൂതന്മാരെയും മരിച്ച വിശുദ്ധന്മാരെയും കൂടി ബഹുമാനിക്കാൻ തുടങ്ങി. അവരോട് പ്രാർത്ഥിക്കാനല്ല, അവരെ ബഹുമാനിക്കാൻ തുടങ്ങി. AD 375 ദൂതന്മാരെയും മരിച്ച വിശുദ്ധന്മാരെയും അതേ സ്തോത്രം ബഹുമാനിക്കാനായിട്ട് തുടങ്ങി. AD 394 ദിവ്യബലി അല്ലെങ്കിൽ കുർബാന രൂപപ്പെടുത്തി. അന്ന് വരെയും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ജാതീയരായ റോമക്കാർക്ക് വലിയ ഇഷ്ടമായിരുന്നു സ്ത്രീ ആരാധന. കാരണം അർത്തമീസ് ദേവി ഭൂലോകം മുഴുവൻ ആരാധിച്ചു വരുന്നത് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായവും 20-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ 19-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവളുടെ ആരാധന ലോകം മുഴുവൻ അറിയപ്പെടുന്നതായിരുന്നു. വായിച്ചാട്ടെ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 19-ന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയൊരു കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ ആരാധിച്ചു പോരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് അത് പറയുവാനിടയ. അപ്പോൾ ഭൂലോകം മുഴുവൻ ആരാധിക്കുന്ന ആരാധനാ സമ്പ്രദായം എഫേസോസിലുണ്ടായിരുന്നു. ആ എഫേസോസിൽ തന്നെയാണ് യേശുവിൻ്റെ അമ്മ മറിയ മരിച്ച് അടക്കപ്പെടുവാനിടയായി തീർന്നത്. അത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ സ്തോത്രം എന്ത് ചെയ്യുന്നറിയാവോ? AD 431 കൂടിയ എഫേസോസ് സുന്നകദോസിൽ വെച്ച് അസാധാരണ ദൈവികത്വം അത് യേശുവിൻ്റെ അമ്മ മറിയ എന്ന് പറയുന്ന അതേ സ്തോത്രം ഒറിജിനൽ മറിയ, അതേ സ്തോത്രം നമുക്കെല്ലാവർക്കും അറിയാം, പുനരുത്ഥാനത്തിനായിട്ട് കാത്ത് വിശ്രമസ്ഥലത്ത് ആ പ്രിയപ്പെട്ടവളായിരിക്കുക. എന്നാൽ ഈ പറയുന്ന വേക്ഷ പ്രച്ഛന്നയായിട്ട് വന്നിരിക്കുന്ന ഈ മറിയുടെ കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. അസാധാരണ ദൈവികത്വം കൊടുത്ത് AD 431 മുതൽ ആരാധിക്കുവാൻ തുടങ്ങി. മാത്രമല്ല AD 350 ജൂലിയൻ മാർപ്പാപ്പ ഡിസംബർ 25 ക്രിസ്തുമസ് ദിനാചരണത്തിനായിട്ട് നിജപ്പെടുത്തി. എന്നാണെന്നറിയാമോ? 350 AD 350 ജൂലിയസ് മാർപ്പാപ്പയാണ് ഡിസംബർ 25 ക്രിസ്തുമസ് ദിനാചരണത്തിനായിട്ട് നിജപ്പെടുത്തിയത്. റോമാക്കാരുടെ സൂര്യദേവന്റെ പിറന്നാളായ ഡിസംബർ 25 യേശുവിൻ്റെ അതേ ജന്മദിനമായി റോമാസഭ ആചരിക്കുന്നത്. നോക്കിക്കേ, അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഡിസംബർ 25 എന്ന് പറയുന്നത്
സൂര്യദേവൻ്റെ, റോമാക്കാരിലെ സൂര്യദേവൻ്റെ ദിനമായിരിക്കുന്ന അത് എന്ത് ചെയ്തു? നേരെ ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുമസായിട്ട് ആളുകൾ ആഘോഷിക്കുകയാണ്. മാത്രമല്ല പൗരോഹിത്യ മേധാവിത്യം അതേ സഭയിൽ അങ്ങോട്ട് വളരാൻ തുടങ്ങി. ദൈവസഭയിൽ ദൈവം നിശ്ചയിച്ച ശുശ്രൂഷാ വൃന്ദത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഫേസ്യ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യത്തിൻ്റെ അകത്ത് 5 കൂട്ടം ആളുകളെ ദൈവം തമ്പുരാൻ നിയമിച്ചാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിക്കാമോ? ചിലരെ അപ്പോസ്തലന്മാരായും അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചു വെച്ചിരിക്കുന്നു. പൊതുവെ നോക്കിയാൽ അതേ എല്ലാവർക്കും പൗരോഹിത്യമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് 1 പത്രോസിൻ്റെ ലേഖനം അതിന് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്തം ജനവുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ എല്ലാവരുടെ മേലും ഒരു പൗരോഹിത്യ, സാധാരണ പൗരോഹിത്യമല്ല, രാജകീയ പൗരോഹിത്യ ശുശ്രൂഷ ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അതേ ആദ്യകാലങ്ങളിൽ ആദിമസഭയിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൽ തന്നെ അതേ 5 കൂട്ടം ആളുകളെ ദൈവം തമ്പുരാൻ അത് നിയോഗിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പഴയ നിയമത്തിലെ പൗരോഹിത്യത്തോട് പോലും ഒട്ടും ബന്ധമില്ലാതെ ജാതീയ പൗരോഹിത്യ വേഷഭൂഷാദികളുമായി സഭാതലത്തിൽ അത് കൊണ്ടുവരികയും അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികളും പോരാട്ടങ്ങളും ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടായിരുന്ന ആത്മീയ അന്തരീക്ഷവും കൂടെ കെട്ടടങ്ങുവാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ ജാതീയപരമായിട്ടുള്ള ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്ത് ഓരോ അത് ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ യഥാർത്ഥ ദൈവവചനത്തിൽ നിന്നും ദൈവിക ആരാധനയിൽ നിന്നും ഈ റോമാമതം അന്യപ്പെട്ടു പോകുവാൻ ഇടയായിത്തീർന്നു. സുവിശേഷത്തിന് പകരം അവർ തത്വചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. മാത്രമല്ല ചക്രവർത്തി മതം സ്വീകരിച്ചതോടെ റോമാക്കാരുടെ ബസലിക്കാകളെ അദ്ദേഹം പള്ളികളാക്കി അലങ്കരിച്ചിരുന്നു, മനോഹരമാക്കി അത് തീർത്തു. കൂടാതെ പട്ടക്കാരുടെ ഉപജീവനത്തിനായി അദ്ദേഹം വേണ്ടുപോലും സ്ഥാവര സ്വത്തുക്കൾ നൽകുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പട്ടക്കാര് അൽമായരിൽ നിന്നും വ്യത്യസ്തമായ വേഷവിധാനം വേണമെന്ന് നിരന്തരം ആവശ്യത്തെ തുടർന്ന് AD 500 അത് നടപ്പിലാക്കി. ശ്രദ്ധിക്കണം, ഇന്ന് കാണുന്ന വേഷഭൂഷാദികൾ ഇട്ടുകൊണ്ട് പൗരോഹിത്യം ഇറങ്ങിയത് AD 500 അവർ നിരന്തരമായിട്ട് പറഞ്ഞു, അൽമായരുടെ വേഷത്തിൽ നിന്നും ഇങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും പുതിയ വേഷങ്ങൾ കൊടുക്കണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് AD 500 അത് നടപ്പാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ രാജകീയ സ്ഥാനമാനങ്ങൾ ലഭ്യമായ പട്ടക്കാരും മേൽപ്പട്ടക്കാരും മെത്രാന്മാരും വില കൂടിയ പട്ടുകുപ്പായങ്ങൾ ധരിക്കുകയും തങ്ങളുടെ സ്ഥാനചിഹ്നങ്ങളായി വടി, മുടി, തലപ്പാവ ഇവ അണിയുകയും ചെയ്തു തുടങ്ങി. എന്നാണെന്നറിയാമോ? AD 500 വടിയും. നിങ്ങൾ കണ്ടിട്ടില്ലേ തിരുമേനിമാര്? അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഭൂലോകത്തിൽ ഒറ്റ തിരുമേനിയേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതേ സ്തോത്രം. എങ്കിലും തിരുമേനിമാര് മുടിയും അതുപോലെ തന്നെ വടിയും തലപ്പാവും ഒക്കെ ആയിട്ടാണ് അവർ എഴുന്നള്ളുന്നത്. അപ്പോൾ ഇതെല്ലാം ജാതീയ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ പുതിയ നിയമസഭയുടെ പുരോഹിത വസ്ത്രങ്ങളായി അവരങ്ങ് സ്വീകരിച്ചിട്ട് പഴയ നിയമ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളിൽ ഒന്നുപോലും ഇന്നത്തെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ വസ്ത്രത്തിലില്ല. പഴയ നിയമത്തിലും
ദൈവം തമ്പുരാൻ പുരോഹിതന്മാർക്ക് പ്രത്യേക വസ്ത്രമൊക്കെ കൊടുത്തെങ്കിലും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. മാത്രമല്ല, യേശുക്രിസ്തു പോലും സാധാരണപ്പെട്ടവരിൽ നിന്നും വ്യത്യസ്ത വസ്ത്രം ധരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കൊടുത്ത് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളാണ് അത് യേശു എന്ന് പറഞ്ഞ് എപ്പോൾ വേണേലും അറസ്റ്റ് ചെയ്യാമായിരുന്നു. കർത്താവ് സാധാരണപ്പെട്ടവരെ പോലെ, അന്നത്തെ ഒരു യഹൂദനെ പോലെ വേഷം ധരിച്ചത് കൊണ്ടാണ് യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടുകയും അവൻ ഒറ്റിക്കൊടുക്കുവാനും ഇടയായിത്തീർന്നുള്ള കാര്യം സാധാരണപ്പെട്ടവരായിരിക്കുന്ന നാം മനസ്സിലാക്കണം. അപ്പസ്തോലന്മാർക്കോ അതേ പ്രത്യേകമായിട്ട് വസ്ത്രങ്ങളൊന്നും പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പുതിയ നിയമസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ കണ്ടോ, മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, എത്രയോ മെത്രാന്മാര് അവർ ചെയ്യുന്നത് എന്തുവാണ്? അവരുടെ തലയിൽ അത് ഈ മൂടുപടം ഇട്ടും കൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ അപമാനിക്കുക. യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നവരുടെ അത് ഉള്ളിൽ യേശുക്രിസ്തു കാണുമോ? ആ സഭയിൽ യേശുക്രിസ്തു കാണുമോ? ആ പള്ളിയിൽ യേശുക്രിസ്തു കാണുമോ? ഒരിക്കൽ പോലും കാണത്തില്ല എന്ന് ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ വാക്യപ്രകാരം ഇങ്ങനെ ചെയ്യുന്ന പുരുഷൻ തൻ്റെ തലയെ യേശുവിനെ അപമാനിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നതല്ല. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ അത് പറയുന്നു. ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിക്കാമോ? മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. ഇന്നത്തെ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ ജാതീയ പുരോഹിതന്മാരുടെ ബാബിലോണിയൻ വസ്ത്രധാരണയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും റോമ സാമ്രാജ്യത്തിലെ ആദ്യത്തെ യഥാർത്ഥ പോപ്പ് ആരാണെന്നാണ് നമ്മൾ അത് പഠിക്കുവാനായിട്ട് പോകുന്നത്. യേശുക്രിസ്തുവിന്റെ നാമവും ഉപദേശങ്ങളും ലോകത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു അധികാര ശക്തിയായിരുന്നില്ല. അതിനായിട്ടുമല്ല ദൈവസഭയെ ദൈവം സ്ഥാപിച്ചത്. പ്രസ്തുത ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനും ഒരു ദേശത്ത് അത് ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ ആ ദൈവ പൈതല് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകണം. നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ ഭയങ്കരം പീഡ ആരംഭിച്ചു. സ്തേഫാനോസിൻ്റെ ഒരു ഒറ്റ പ്രസംഗത്തോടുകൂടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഈ പീഡ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയ കൂട്ടത്തിൽ ഒരു ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരാൾ ശമരിയയിൽ ചെന്നു. ഒറ്റയ്ക്കാ പോയത്. അവിടെ ചെന്ന് ഈ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിപ്പാനിടയായി തീർന്നു. സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഉടലെടുത്തു. അനേകർ രക്ഷിക്കപ്പെട്ടു. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ നിന്നും ഉയർപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് ആ ദേശത്തിലുള്ളവർ അതേ സ്തോത്രം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി കർത്താവിൻ്റെ ദാസന്മാർ പത്രോസും അതുപോലെ തന്നെ യോഹന്നാനും അവിടേക്ക് കടന്നു വരുവാനിടയായി. അവരെ കരങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായത് നമ്മൾ അത് വായിക്കുന്നുണ്ട്. അങ്ങനെ അനേക സഭകൾ സ്ഥാപിക്കുവാനിടയായി. ഈ അച്ഛൻ തൊട്ടടുത്ത ഭാഗത്ത് ഈ പ്രകാരം പറയുന്നുണ്ട്, പെന്തക്കോസ്തുകാർ 33,000 സഭകൾ അതേ വിവിധ ഉപദേശങ്ങൾ അതേ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, 33,000 അല്ല, അതിലൊക്കെ കോടിക്കണക്കിന് സഭകൾ ഉണ്ടാകണമെന്ന ഞങ്ങളുടെ പ്രാർത്ഥന. ഈ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഓരോ പിൻ പോയിന്റുകളിലും
ദൈവസഭ ഉണ്ടാകണം. കർത്താവാണ് വിളിച്ചു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ദൈവസഭകൾ വളരണം, വളരണം, വളരണം. ഞാനായിരുന്ന എടത്വ പള്ളിയിൽ ഇന്ന് വരെ ഒരു വളർച്ച അത് കണ്ടിട്ടില്ല. ജാതികളിൽ നിന്ന് ആരും യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരാറില്ല. ഇനിയും അത് മറ്റ് ദളിതരായിരിക്കുന്ന ആളുകൾ കടന്നു വന്നാൽ അവരെ ആ നിലവാരത്തിൽ കാണാറുള്ളായിരുന്നു. ഒരു വളർച്ചയും ഒരു സുവിശേഷീകരണവും എങ്ങും നടക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഈ പെന്തക്കോസ്ത് മാർഗം ഇന്ന് ഏറ്റവും വലിയ സഭയായിട്ട് മാറിയിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭയാണ്. കത്തോലിക്ക മതത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് നിശ്ചയമായിട്ടും മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കത്തോലിക്ക മതമാണ്. എന്നാൽ യഥാർത്ഥമായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളായി തീർന്നിട്ടുള്ള ഒരു സഭയുണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് സഭകളാണ്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം തന്നെ 50,000 ആളുകളാണ് യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശു മാത്രമാണ് രക്ഷിതാവ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ദൈവസഭ കർത്താവ് സ്ഥാപിച്ചത് മറ്റ് സഭയുടെ അധികാരം ഏറ്റെടുത്ത് ഒരു സ്വച്ഛാധിപതിയായിട്ട് ഏകാധിപതിയായിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇവിടെ നോക്കിക്കേ, ക്രിസ്തു മനുഷ്യജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയായി അത് അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ഓരോ പ്രദേശത്തും ദൈവസഭകൾ ഉണ്ടാകണമെന്നായിരുന്നു കർത്താവിൻ്റെ വലിയ ആഗ്രഹം. എന്നാൽ റോമാ സാമ്രാജ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ ലോകത്തിലെ ക്രമേണ ഒരു ഭരണകൂടമായി വികസിക്കുകയും ഒരുവൻ നേതൃത്വത്തിലിരുന്ന് ഭരണം നടത്തുന്ന അതേ ഏകാധിപതിയായിട്ട് മാറപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. അവരങ്ങോട്ട് ഭരിക്കുക. നിങ്ങളല്ലെങ്കിൽ ബിഷപ്പുമാരുടെ കൊട്ടാരമൊക്കെ പോയി ഒന്ന് കാണണം. അവിടെ ഇരുന്നുകൊണ്ട് ബിഷപ്പ് ഭരിക്കുന്നു. അനേക ഇടവകളുടെ മേൽ കർത്തൃത്വങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇടവകളുടെ മേൽ കർത്തൃത്വം ചെയ്യുവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോലിക യുഗത്തിൻ്റെ പരസമാപ്തിയിൽ ശുശ്രൂഷകന്മാരുടെ പ്രാദേശിക ബോർഡിൽ അജപാലനം നടത്തിയിരുന്ന പരസ്പര സ്വതന്ത്രമായ പ്രസ്ഥാനമായിരുന്നു സഭകൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ സഭകൾക്കും സ്വതന്ത്രമായ ചിന്താഗതിയിൽ അതാത് പ്രദേശങ്ങളിൽ ദൈവസഭ അത് സ്ഥാപിക്കുവാനുള്ള അവകാശം പുതിയ നിയമ ആദ്യകാല സഭകൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റോമാ സഭ, കൊരിന്തിയ സഭ, ഗലാത്യ സഭ, അതുപോലെ തന്നെ നമുക്ക് അറിയാം എഫേസോസ് സഭ, ഫിലിപ്പിയ സഭ, കൊലോസ്യ സഭ. ഇതെല്ലാം സ്വതന്ത്രമായിട്ട് നിന്നിരുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭകളാണ്. അവയുടെ മേൽ കർത്തൃത്വങ്ങൾ അത് മറ്റുള്ളവർ എടുക്കാറില്ലായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രധാന ശുശ്രൂഷകനെ ബിഷപ്പ് എന്ന് വിളിച്ചു തുടങ്ങിയത് ക്രമേണ അത് ഒരു പ്രത്യേക അധികാര പരിധിയിലൊക്കെ കൊണ്ടുവന്നത് 5-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ 5-ാം നൂറ്റാണ്ടിൽ പ്രധാനപ്പെട്ട ഒരാളിൽ ഈ അധികാരങ്ങളെല്ലാം സഭയുടെ അധികാരങ്ങളെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നറിയാമോ, അപ്പൻ, പിതാവ് എന്നർത്ഥം വരുന്ന പോപ്പ് എന്ന് വിളിക്കുവാൻ തുടങ്ങി. അപ്പം ഈ അപ്പൻ, പിതാവ് അല്ലെങ്കിൽ പോപ്പിൻ്റെ അർത്ഥം അപ്പൻ അല്ലെങ്കിൽ പിതാവ് എന്നാണ്. ഈ പാശ്ചാത്യ പൗരസ്ത്യ അത് വ്യത്യാസങ്ങൾ ഇല്ലാതെ ബിഷപ്പുമാരെ അതേ സ്തോത്രം അങ്ങനെ വിളിക്കാനായിട്ട് അത് തുടങ്ങിയെങ്കിലും കൂടുതലും നമ്മൾ കാണുന്നത് ഈ റോമൻ സഭയുടെ കീഴിലുള്ള ആളുകളെയാണ് കാണുവാൻ അത് കഴിയുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കർത്താവ് തൻ്റെ
അതേ സ്തോത്രം വാമൊഴിയായിട്ട് ഇപ്രകാരമാണ് പറയുന്നത്. ഒന്ന് വായിക്കാമോ? നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ നിങ്ങൾ ആരെയും എന്ത് ചെയ്യരുത്? പിതാവെന്ന് വിളിക്കരുത്. നമ്മുടെ സ്വന്തം ഒപ്പനെ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അത് വിളിക്കണം, അത് വേറെ ഉണ്ട്. അതേ സ്തോത്രം ആത്മീയപരമായിട്ട്, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കരുത്. ആത്മീയപരമായിട്ട് ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? പിതാവേ എന്ന് വിളിക്കാൻ പാടില്ല. വായിച്ചേ, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ തിരുവചനമിരിക്കെ ആരാ ഇങ്ങനെ പോപ്പെന്ന് വിളിക്കുവാനും പിതാവെന്ന് വിളിക്കുവാനും ഒക്കെ അധികാരം തന്നത്? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുനാളിൽ ആന്റണി പടിയറ, പരേതനായ ആന്റണി പടിയറയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ മെത്രാൻ. അദ്ദേഹം പിന്നെ ആർച്ച് ബിഷപ്പായി, കർദിനാളായി. അന്നേരപ്പോൾ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നത് ആന്റണി പടിയറ പിതാവ്. അതിനുശേഷമാണ് ജോസഫ് പൗവത്തിൽ എന്ന് പറയുന്ന മാന്യദേഹം ബിഷപ്പായത്. അപ്പോൾ പൗവത്തിൽ പിതാവ് എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുകയും ഞങ്ങളെ കൊണ്ടൊക്കെ വിളിപ്പിക്കുകയും ചെയ്ത്. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭൂമിയിൽ ആരെയും ആത്മീയപരമായിട്ട് നിങ്ങൾ പിതാവ് എന്ന് വിളിക്കരുത്. കാരണം എന്താ? സ്വർഗസ്ഥനായ പിതാവ് മാത്രമാണ് നമുക്ക് പിതാവായിട്ടുള്ളത്. അതുകൊണ്ട് ഭൂമിയിൽ അത് വിളിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇന്ന് രാത്രികാലം നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, AD 500 റോമിലെ ബിഷപ്പിനെ മാത്രം പോപ്പ് എന്ന പേർ ഉപയോഗിക്കുകയും അത് പ്രചാരത്തിൽ വരികയും ചെയ്തതോടെ സാർവത്രികമായിട്ട് ബിഷപ്പ് എന്ന അർത്ഥവ്യാപ്തി ഉണ്ടായി. നോക്കണം, റോമിലെ ബിഷപ്പിനെ പ്രത്യേക പോപ്പെന്നുള്ള പദവി കൊടുത്ത് അദ്ദേഹത്തിന് സാർവത്രികമായിട്ടുള്ള ഒരു അംഗീകാരം വാങ്ങിക്കൊടുത്ത കാലഘട്ടമാണ് AD 500. റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പോപ്പുമാരുടെ ലിസ്റ്റിൽ 1-ാം നൂറ്റാണ്ട് മുതലുള്ള റോമിലെ ബിഷപ്പുമാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 500 വർഷക്കാലം റോമിലെ ബിഷപ്പുമാർ പാപ്പാമാർ ആയിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമിലെ ബിഷപ്പിന് ആഗമന സഭയുടെ മേൽ അധികാരമുണ്ട് എന്ന ആശയം വളരെ സാവധാനത്തിൽ ജാതീയ പൗരോഹിത്യ വ്യവസ്ഥയിൽ വികസിപ്പിച്ചു വന്നതും ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നതും ഒരിക്കലും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തതും ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോമിലെ അധികാരിക്ക്, ഈ ബിഷപ്പിന് പോപ്പ് എന്നുള്ള അംഗീകാരം കൊടുത്ത് അതിനെ എതിർത്തവരെയൊക്കെ നിശ്ചിതമായിട്ട് തകർത്തുകൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ ഈ സ്ഥാനം എല്ലാ കേന്ദ്രങ്ങളിലേക്കും അറിയിപ്പാനും ഇതിനൊരു പ്രത്യേകതകളൊക്കെ കൊടുത്ത് അധികാരം കൊടുത്ത് അങ്ങനെ പോപ്പ് എന്നുള്ള ആ പേര് സാർവത്രികമാകുകയും ചെയ്തു. ഇനി പത്രോസിനെ നോക്കിക്കേ, ഇവിടെ ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ദാനിയേൽ പൂനത്തിൽ ഞങ്ങളുടെ 1-ാമത്തെ പോപ്പ് പത്രോസാകുന്നു എന്ന്. അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമുള്ള ഒരു കാര്യമല്ല. കാരണം അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ അത് 4 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ എന്തോ വായിക്കുന്നത്? നിങ്ങളിലുള്ള മൂപ്പന്മാരെ കേട്ടോ, നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും. പത്രോസിനെ കുറിച്ച് പറയുക. എന്താ പറയുന്നത്? 1-ാമത്തെ പോപ്പ് എന്നല്ല പറഞ്ഞത്. അച്ഛാ, ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ഈ കപടമൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും വിശുദ്ധ വേദപുസ്തകം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അതേ സ്തോത്രം. പത്രോസ് വളരെ വ്യക്തമായിട്ട് താൻ ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനത്തിൻ്റെ അകത്തെ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൻ്റെ അകത്ത് താൻ പറയുകയാണ്, താനാരാണ്? കൂട്ടുമൂപ്പനാണ്. ഒന്നുകൂടെ വായിച്ചത്, ഒരു കൂട്ടുമൂപ്പനും. അല്ലാതെ എനിക്ക് പ്രത്യേക അധികാരമുണ്ട്, ഞാൻ വലിയ ആളാണ്
എനിക്കൊരു സിംഹാസനം പോയിട്ടൊരു കൊരണ്ടി പോലും അവർക്കാർക്കും ഇല്ലായിരുന്നു, ഒരു കൊരണ്ടി പോലും. പിന്നല്ലേ അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടിയും പാത്രിയാർക്കീസ് സിംഹാസനത്തിന് വേണ്ടി, റോമിലെ സിംഹാസനത്തിന് വേണ്ടിയും ഈ അടിപിടി ഉണ്ടാക്കുന്നത്. ഒരു കൊരണ്ടി പോലും ആ പാവങ്ങൾക്കില്ലായിരുന്നു. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ടവർ കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ, അതേ ത്യാഗത്തിലൂടെ ദൈവപ്രവൃത്തി ചെയ്തവരാണ്, ദൈവിക വേലകൾ ചെയ്തവരാണ്. അവർക്ക് അത് കൊരണ്ടി പോലും അത് ഇല്ലായിരുന്ന സ്ഥാനത്ത് സിംഹാസനം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല്ലുകൂടുക. ഇവിടെ ശ്രദ്ധിച്ച്, കൂട്ടുമൂപ്പനുമായിരിക്കുന്ന ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയും, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നു. അടുത്തത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യണം? മേയിച്ചുകൊള്ളണം. അടുത്തത്, നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാം വണ്ണം. എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. എന്നിട്ട് എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം എന്ത് ചെയ്യും? പ്രാപിക്കും. ആടുകളെ നേടണം. ആടുകൾക്ക് അത് എന്ത് ചെയ്യണം? നല്ലപോലെ ശുശ്രൂഷ ചെയ്യണം. ഇന്ന് ഏതച്ഛന്മാരാ ആടുകളെ നേടാൻ പോകുന്നത്? സുവിശേഷം അറിയിക്കുന്നുണ്ടോ? ചില്ലുമേടയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നതല്ലാതെ ഏതെങ്കിലും പുരോഹിതൻ സുവിശേഷം അറിയിക്കുന്നുണ്ടോ? വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയാവോ? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവസഭ സ്ഥാപിച്ചത്? അതേ അപ്പസ്തോല പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം അതിന് 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അങ്ങനെ സാക്ഷിയാകുവാൻ വേണ്ടിയിട്ടാ. അങ്ങനെയുള്ളവരായിരിക്കണം അതേ സഭയിലെ ആളുകൾ. അങ്ങനെയുള്ളവർ ഏത് ദേശത്ത് ചെന്നാലും സുവിശേഷം അറിയിക്കണം. അതിനുവേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യത്തിൻ്റെ അകത്ത് അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, വായിച്ചാട്ടെ, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കുർബാന നടത്താനല്ല പറഞ്ഞത്. കുർബാന നടത്താൻ അങ്ങനെ ഒരു പരിപാടിയില്ല. എവിടെ പോയാലും സുവിശേഷം പ്രസംഗിക്കണം. ചൊല്ലാനും ചൊലുത്താനും വിശുദ്ധ വേദപുസ്തകത്തിലുള്ള ഒറ്റ വാക്യമില്ല പുതിയ നിയമത്തിൽ. ഇന്ന് രാത്രികൾ ശ്രദ്ധിക്കണം, സുവിശേഷം അറിയിക്കണം. ഒരു ദേശത്ത് ചെന്നു കഴിഞ്ഞാൽ ഈ 28 പട്ടൻസും അത് വെച്ചുകൊണ്ട് അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കുവാനല്ല, സുവിശേഷം അറിയിക്കണം. വീടാന്തരം തോറും പോയി സുവിശേഷം പ്രസംഗിക്കണം. മദ്യപാനികളെ കണ്ടാൽ, അധാർമികളെ കണ്ടാൽ, ദുർനടപ്പുകാരെ കണ്ടാൽ, പാപികളെ കണ്ടാൽ അവരുടെ മനം തിരിക്കുമാറ് ആത്മഭാരത്തോടെ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ, കേട്ടോ, 1 കൊരിന്ത്യർ ലേഖനം അതിലെ 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിലെ 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് അനവധി അച്ഛന്മാര് പള്ളിമേടയിൽ ഇരുന്നു കൊണ്ട് സുഖിച്ചുകൊണ്ടിരിക്കുക.
ജീവിതത്തിൽ ഇന്ന് വരെ ഒറ്റ കുഞ്ഞിനോടും സുവിശേഷം പറഞ്ഞിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു കുർബാന ചൊല്ലും. ആ ചൊല്ലാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രമാണമില്ല. പ്രസംഗിക്കാനാ പ്രമാണം. ഈ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. കർത്താവിൻ്റെ അന്ത്യകൽപ്പന എന്താണെന്നറിയാവോ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്. 15 മുതൽ വായിച്ചോ. അത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അന്ത്യകൽപ്പന 16-ാം അധ്യായം 15 മുതൽ വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നത്, പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി. നിങ്ങൾ എവിടെ ചെല്ലണം? ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് എന്ത് ചെയ്യണം? സുവിശേഷം കുർബാന ചെല്ലണമെന്നല്ലച്ചോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിച്ച് നിരവധി ആളുകൾ പാപ വഴികളെ വിട്ട് വന്നവരാണ് പെന്തക്കോസ്തിലുള്ളവര്. ആ പെന്തക്കോസ്തിലുള്ളവര് എവിടെ കൂടിയിട്ടുണ്ടോ അവിടെ ദൈവപ്രവൃത്തി അത് വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവം അവരുടെ കൂടെ ഇരുന്ന് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ അത് ശാസിച്ച്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അസാധ്യമായ പല കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി. അവിടെ ഇവിടങ്ങളായി ദൈവസഭ അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില്ലുമേടയിലിരുന്ന് കല്ലെറിയരുതച്ച. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു കർത്താവിന്റെ അന്ത്യകൽപ്പന ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 28-ാം അധ്യായം 18 മുതൽ വാക്യത്തിന്റെ അകത്ത് അവസാന വാക്കുകൾ, കർത്താവിന്റെ അവസാന വാക്കുകൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. സകല ജാതികളെയും ശിഷ്യരാക്കണം. ഇന്നും ആ പ്രവർത്തനം നടത്തണം. ഓടി നടന്ന് ജാതികളോട് സുവിശേഷം പറയണം, ദൈവസഭയിലേക്ക് കൊണ്ടുവരണം. അവരെ എന്ത് ചെയ്യണമെന്നറിയാവോ? 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുവാനല്ല. ഒരു ബിഷപ്പ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് മറ്റു സഭകളുടെ മേൽ കർത്തൃത്വം നടത്തുവാനായിട്ടല്ല. സഹോദരന്മാരാ, കൂട്ടുമൂപ്പന്മാരാ, സഹോദരന്മാരാ. അതുകൊണ്ട് ഒന്നുകൂടെ ആ വേദഭാഗം വായിക്കുന്നു. അത് വായിച്ചാട്ടെ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല. ദൈവത്തിന് ഹിതമാം വണ്ണം. എങ്ങനെയായിരിക്കണം? ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. ശ്രദ്ധിച്ച്, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. പിന്നെ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണം. വല്ലോ മാതൃകയുണ്ടോ? അച്ഛാ ശ്രദ്ധിച്ച്, ഇങ്ങനെ അച്ഛനാകാൻ വല്ല മാതൃകയുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ? 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, അങ്ങ് ഉൾപ്പെടുന്ന മതത്തിലെ ബൈബിൾ എടുത്തൊന്ന് വായിക്കണം, അതിൻ്റെ ഹെഡിങ് സഹിതം. ഇവിടെ സത്യവേദ പുസ്തകത്തിനകത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നു. എന്നാൽ POC ബൈബിളിൽ ഒരുവൻ മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം തന്നെ. എന്നാൽ ബിഷപ്പ് അല്ലെങ്കിൽ മെത്രാൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും. അപ്പൊ കല്യാണം കഴിക്കണം.
ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനുമരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും. വരയിടണം, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനുമായിരിക്കണം. അടുത്തത്, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ എന്ത് ചെയ്യണം? മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. അടുത്ത വചനം നിങ്ങൾക്കെതിരാണച്ച അവിടെ വായിച്ചു. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? എല്ലാം പിരിച്ചു വിടണം. എല്ലാ ഇടവകളും പിരിച്ചുവിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് അത് മാതൃക കാണിക്കണം. നിങ്ങൾ പറയുന്ന ഒന്നാമത്തെ പോപ്പ് പറഞ്ഞതിനറിയാവോ? ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുകയല്ല, മറിച്ച് എന്ത് ചെയ്യണം? ആടുകൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. ഈ വചനപ്രകാരം അച്ഛൻ എന്നാ പറയും? വിവാഹം കഴിക്കാറുണ്ടോ? ഭാര്യയുണ്ടോ? മക്കളുണ്ടോ? അവരെ പൂർണ്ണ ഗൗരവത്തിൽ വളർത്തുന്നുണ്ടോ? ഇല്ലാതെ 10-ാം നൂറ്റാണ്ടിൽ ഏതോ ബുദ്ധിഭ്രമം ഉണ്ടാക്കിയ സന്യാസം അത് സ്വീകരിച്ച് ഇല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കുന്നത് എത്രയോ പരിതാപകരമായിട്ടുള്ള കാര്യമാച്ച. ഇനിയും ശ്രദ്ധിച്ചേ, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പിന്നെയും പറയുക. എന്താ പറയുന്നത്? ഞാൻ ക്രേത്തയിൽ നിന്ന് നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും, കേട്ടോ, എൽഡർ, ബിഷപ്പ് അവരെന്തായിരിക്കണം? കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളുള്ള മക്കളുള്ളവരായിരിക്കണം. അടുത്തത്, അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയാൽ അനന്യനായിരിക്കണം. സ്തോത്രം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ആരാ ഈ വിവാഹം വിലക്കിയത്? ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ അത് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 1 തിമോഥെയോസിന്റെ ലേഖനം തന്നെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആരാണ് വിലക്കിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഒരു ശുശ്രൂഷകൻ, ഒരു സഭയുടെ ശുശ്രൂഷകൻ, അത് ആരായിരിക്കണം? അവൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, നിർമ്മതനായിരിക്കണം, ജിതേന്ദ്രനായിരിക്കണം, തല്ലുകാരനായിരിക്കരുത്, മദ്യപാനി ആയിരിക്കരുത്, സ്വന്തം കുടുംബത്തെ നയിക്കുന്നവനായിരിക്കണം, മക്കളെ പൂർണ്ണ അനുസരണത്തിൽ പാലിക്കുന്നവനായിരിക്കണം. അടുത്ത വാക്യമാ, സ്വന്തം കുഞ്ഞുങ്ങളെ അത് നോക്കാൻ കഴിയാത്തവൻ ദൈവസഭ എങ്ങനെ പരിപാലിക്കും? എന്നിട്ട് അവിടെ വായിക്കുന്നു 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യത്തിനകത്ത് ആരാണ് വിവാഹം വിലക്കിയത്? എന്നാൽ ഭാവി കാലത്ത്, ശ്രദ്ധിച്ചു കേൾക്കണം, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും കണ്ടോ, എവിടുന്നാ വരുന്നറിയാവോ? വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശം ദൈവത്തിൻ്റെതല്ല, ഭൂതങ്ങളുടെ ഉപദേശങ്ങളും ആശ്രയിച്ച് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. പൗലോസ് അപ്പോസ്തലന് നേരത്തെ തെളിവ് കിട്ടി, ഒരു വെളിപ്പാട് കിട്ടി, ഒരു ദർശനം കിട്ടി. അദ്ദേഹം പറയുക, എന്നിട്ട് വായിക്കുന്നു, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും. കണ്ടോ, അപ്പൊ എവിടുന്നാ വന്നത്? വിവാഹം വിലക്ക് എവിടുന്നാ വന്നത്? ഭൂതങ്ങളുടെ ഉപദേശം. സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുന്നു. എബ്രായ ലേഖനം 13:4 എന്താ പറയുന്നറിയാവോ? എബ്രായ ലേഖനത്തിന്റെ 13-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിന്റെ അകത്ത് അച്ഛാ ഇങ്ങനെയാ പറയുന്നത്. 13-ാം അധ്യായം 4-ാം വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എല്ലാവർക്കും മാന്യമാ. അത് പോപ്പിനും മാന്യമാ, തിരുമേനിക്കും മാന്യമാ, മെത്രാനും മാന്യമാ,
സാധാരണപ്പെട്ടവർക്കും മാന്യമാണ്, എല്ലാവർക്കും മാന്യമാണ്. അല്ലാതെ ഭൂതങ്ങളുടെ ഉപദേശം അത് സ്വീകരിച്ചുകൊണ്ട് വിവാഹം അത് ചെയ്യാതിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന് അത് യോഗ്യമായിട്ടുള്ള കാര്യമല്ല. വേദപുസ്തകം എല്ലാവരും വിവാഹം കഴിക്കുവാൻ നിർദ്ദേശിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗലോസ്ലീഹ വിവാഹം കഴിച്ചില്ലല്ലോ. ആര് പറഞ്ഞു കഴിച്ചില്ലെന്ന്? സൂക്ഷ്മത്തോടെ വേദപുസ്തകം പഠിക്കണം. അദ്ദേഹം 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നു, എന്നെപ്പോലെ ആയിരിക്കാൻ നല്ലതാണെന്ന്. എന്നാൽ ഈ 7 കഴിഞ്ഞാണല്ലോ 9-ാം അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പറയുക, എന്താ പറയുന്നത്? ശേഷം അപ്പസ്തോലന്മാരെല്ലാവരും കല്യാണം കഴിച്ചവരാ. അതുകൊണ്ട് ഒരു ഇച്ഛിച്ചയുമായിട്ട് അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവിടെ വായിക്കുന്നത് ശേഷം അപ്പസ്തോലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ പത്രോസും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ. വൈഫ്, തന്റെ തന്നെ ഭാര്യ, വാടകയ്ക്കെടുത്തതല്ല. അവിടെ വായിക്കുന്നു, എന്താ ഒന്നുകൂടെ വായിച്ചേ ആ ഭാഗം? അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? കണ്ടോ? അപ്പോൾ പൗലോസ്ലീഹ വിവാഹിതനായിരുന്നു. അതുകൊണ്ട് ആധികാരികമായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ച് എഫേസ്യലേഖനം 5-ാം അധ്യായം 22 മുതൽ അതേ 6-ാം അധ്യായത്തിൻ്റെ അതേ സ്തോത്രം 4 വരെയുള്ള വാക്യത്തിലേക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വാക്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ഇടവകളുടെ മേൽ കർത്തൃത്വം ചെയ്യാതെ നമുക്ക് ആ പത്രോസിൻ്റെ ആ ലേഖനത്തിലേക്ക് വരാം. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുകയാണ്, ഞാൻ പോപ്പൊന്നുമല്ല, ഞാനൊരു കൂട്ടുമൂപ്പനാണ്. എന്നിട്ട് തൻ്റെ അധികാര പരിമിതികളെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഇന്നത്തെ പോലെ അതേ ബിഷപ്പിൻ്റെ ഒരു കെട്ടും മട്ടും അധികാരമൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. എല്ലാവരും കൂടെ കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ദൈവസഭയിൽ അന്നുണ്ടായിരുന്നു. വായിച്ചു, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യണം? മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി നിന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ എന്ത് കിട്ടുമെന്നറിയാവോ? അടുത്ത വാക്യത്തിനകത്ത് ഒരു കിരീടം ലഭിക്കും. ഏത് കിരീടമാ അവിടെ വായിക്കുന്നത്? ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അതുകൊണ്ട് സ്നേഹിതരെ, പ്രത്യേകാൽ ഫാദർ അതേ ദാനിയേൽ ഭവനത്തിൽ പത്രോസ്ലീഹ പോപ്പെന്ന പദം പോലും കേട്ടിട്ടില്ല. പാവത്തെ അത് നിങ്ങൾ വിട്ടുപിടിക്ക് എന്നോർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ യഥാർത്ഥ പോപ്പ് ആരായിരുന്നുവെന്ന് ചരിത്രം വിളിച്ചു പറയുന്നു. ഗിരിഗരി 1 AD 590 മുതൽ 604 വരെ ഭരിച്ചിരുന്ന അദ്ദേഹമാണ് റോമ മതത്തിലെ പ്രഥമ പോപ്പ്. ആരാണ്? ഗിരിഗരി 1. റോമ സാമ്രാജ്യത്തിലെ രാഷ്ട്രീയ അരാജകത്വത്തിൻ്റെയും അധപ്പതനത്തിൻ്റെയും സന്ദർഭത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനം. ഒന്നുകൂടെ പറയാം, ഈ റോമൻ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും തകർന്ന് അധപ്പതനത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇദ്ദേഹം റോമിലെ ബിഷപ്പായത്. നല്ല കാലാവസ്ഥയായിരുന്നു അദ്ദേഹം രംഗപ്രവേശനം ചെയ്ത ആ കാലഘട്ടം. പുറജാതി ആചാരങ്ങൾ ഏറ്റവും കൂടുതൽ ഈ റോമ മതത്തിലേക്ക് കൊണ്ടുവന്നത് ഗിരിഗരി 1 അതേ കാലത്തായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതും AD 526 ഉദാഹരണം പറഞ്ഞാൽ രോഗീ ലേപനം
അല്ലെങ്കിൽ ഒടുക്കലത്തെ ഉപ്രിശുമ അല്ലെങ്കിൽ അന്ത്യകൂദാശ രൂപപ്പെട്ടത് AD 526. എന്നാൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ല. ഈ ഒടുക്കലത്തെ ഉപ്രിശുമ അല്ലെങ്കിൽ അന്ത്യകൂദാശ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളത് പഠിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരെ ഉൾട്ടായിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. വായിക്കാം യാക്കോബിൻ്റെ ലേഖനം അതിന് 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം? പാട്ട് പാടട്ടെ. അടുത്തത്, നിങ്ങൾ രോഗിയായി അല്ലെങ്കിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അടുത്തത്, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി എന്ത് ചെയ്യണം? അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അടുത്തത്, എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. അപ്പൊ ഇത് കത്തോലിക്ക മതം എന്ത് ചെയ്യുന്നറിയാവോ? രോഗീലേപനം അല്ലെങ്കിൽ അന്ത്യകൂദാശ എന്ന ഒരു പരിപാടിയായിട്ട് അങ്ങ് മാറ്റി. രോഗികളായിട്ട് കിടക്കുന്നവരുടെ അടുക്കൽ അത് ചെന്നിട്ട് അവരുടെ നെറ്റിമേലും കൈമേലും കാലിന്മേലും എല്ലാം എന്ത് ചെയ്യുന്നറിയാവോ? തൈലം അങ്ങോട്ട് അത് കുരിശുപോലെ വരച്ച് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കുറച്ചു നാളും കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആ രോഗിക്ക് മനസ്സിലാകും ഇത് അന്ത്യകൂദാശയാണ് അല്ലെങ്കിൽ ഒടുക്കലത്തെ ഉപ്രിശുമയാണ്, ഞാൻ ഇനിയും ജീവിക്കത്തില്ല. അവന് അത് സ്വീകരിക്കുന്നതോടുകൂടെ ഉള്ള ജീവനും കൂടെ അങ്ങ് പോവുക. ഇവരൊക്കെ ഒത്തിരി സൈക്കോളജിയൊക്കെ പഠിക്കുന്നതാണ് ഈ അച്ഛന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത്. എന്ത് സൈക്കോളജിയാണ് എൻ്റെ അച്ഛ ഇതിൻ്റെ അകത്തുള്ളത്? നിങ്ങൾ ആളുകളെ കൊല്ലുകയല്ലേ ചെയ്യുന്നത്? രോഗിയായിരിക്കുന്നവന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഈ ശുശ്രൂഷ എവിടുന്ന് കിട്ടിയതാ? കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ വേദപുസ്തകത്തിലെ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് രോഗികളായി കിടക്കുന്നവനെ എന്ത് ചെയ്യണം? മൂപ്പനെ വരുത്തിയിട്ട് തൈലം പൂശി എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ചാടി എഴുന്നേൽക്കും. അവൻ രോഗം സൗഖ്യമാക്കും. കൊല്ലുന്ന പരിപാടിയല്ലായിരുന്നു. രോഗീലേപനം കൊല്ലുന്ന പരിപാടിയായിട്ട് മാറുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ രോഗീലേപനം അത് രോഗികളെ ചാടി എഴുന്നേൽപ്പിക്കുമായിരുന്നു, സൗഖ്യം കൊടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ജാതീയപരമായിട്ടുള്ള ആചാരങ്ങളിൽ അത് കയറിക്കൂടിയത്. അതുകൊണ്ട് ഇത് വിശുദ്ധ പാരമ്പര്യമല്ല, അശുദ്ധ പാരമ്പര്യമാണ്. പാഗൻ മതത്തിൽ നിന്നും വന്ന, ബാബിലോണിയ മതത്തിൽ നിന്നും വന്ന, റോമൻ മതത്തിൽ നിന്നും വന്ന കാര്യങ്ങളെ റോമ മതക്കാർ അതേ കത്തോലിക്ക വിഭാഗക്കാര് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ AD 526 ഇത് ഭയങ്കര വാദപ്രതിവാദമായി. ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് ഒരുപറ്റം ആളുകളും ബിഷപ്പുമാരും ഒക്കെ വാദപ്രതിവാദം നടത്തിയപ്പോഴത്തേക്കും അവസാനം എന്ത് ചെയ്തിരിക്കാവോ? ഗിരിഗരി ഒന്നാമൻ ഭരണമേറ്റെടുത്തു. AD 590 അദ്ദേഹം അത് റോമിലെ ബിഷപ്പായ ഉടനെ അദ്ദേഹം പോപ്പെന്ന് പറയുന്ന പദവി അത് ഏറ്റെടുത്തു. അത് ഏറ്റവും കൂടുതൽ വ്യാപകമാക്കിയത് അദ്ദേഹമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? AD 593 ഗിരിഗരി ഒന്നാമൻ ഇത് പ്രാവർത്തികമാക്കി. രോഗീലേപനം അല്ലെങ്കിൽ ഒടുക്കലത്തെ ഉപ്രിശുമ അല്ലെങ്കിൽ അന്ത്യകൂദാശ മാത്രമല്ല ലത്തീൻ ഭാഷ തിരുക്കർമ്മങ്ങളിൽ നിർബന്ധമാക്കുവാനും യേശുവിൻ്റെ അമ്മയോട് മധ്യസ്ഥത തേടുവാനുമുള്ള പ്രാർത്ഥന തുടങ്ങുവാനും AD 600 തീരുമാനിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ്? ലത്തീൻ ഭാഷ തിരുക്കർമ്മങ്ങളിൽ നിർബന്ധമാക്കുവാനും യേശുവിൻ്റെ അമ്മയോട് മധ്യസ്ഥത തേടിയുള്ള പ്രാർത്ഥന തുടങ്ങുവാനും AD 600 തീരുമാനിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇങ്ങനെ എല്ലാ റോമ പള്ളികളിലും ലത്തീൻ ഭാഷയും മറിയ ആരാധനയും തുടങ്ങിയത് ഗിരിഗരി ഒന്നാമൻ്റെ കാലത്താണ്. ഇവ രണ്ടും കൊണ്ടുവന്നത് ഈ മാർപ്പാപ്പയാണ്. അങ്ങനെ മാർപ്പാപ്പ എന്നുള്ള പദം
ആദ്യമായിട്ട് വരികയും ഒന്നാമത്തെ ചരിത്രപരമായിട്ട് ഒന്നാമത്തെ മാർപ്പാപ്പ ഗ്രിഗറി ഒന്നാമനായിട്ട് ബലസുകയും ചെയ്തു. AD 607 പോക്കസ് ചക്രവർത്തി റോമാ മതത്തിലെ ബിഷപ്പിനെ പോപ്പ് എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ച്. കണ്ടോ, അശുദ്ധ പാരമ്പര്യം വരുന്ന ഇത് പോക്ക് കണ്ടോ. അവിടെ വായിക്കുന്നത് 607 പോപ്പ് എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചു. AD 709 പാപ്പാമാരുടെ പാദം ചുംബിക്കുന്ന ആചാരം ആരംഭിച്ചു. ഓരോ ആചാരം പാപ്പായുടെ അടുക്കൽ വന്നാൽ പാപ്പായുടെ കാല് അത് ചുംബിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എന്തെങ്കിലും കാര്യം പറയാൻ. പോകുന്ന പോക്ക് കണ്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പത്രോസോ പൗലോസോ വല്ലതും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന് 24-25 വാക്യത്തിൻ്റെ അകത്ത് പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരുത്തന് വീട്ടിൽ ചെന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് വായിച്ചേരെ. പിറ്റേന്നാൾ കൈസരിലെത്തി. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ, ശ്രദ്ധിക്കണം, പത്രോസ് അകത്ത് കയറിയപ്പോൾ ഇവർ പറയുന്ന ഈ അച്ഛൻ പറയുന്ന ഒന്നാമത്തെ പോപ്പ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവനെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ AD 709 പാപ്പാമാരുടെ പാദം ചുംബിക്കുന്ന ആചാരം ആരംഭിച്ചു. വ്യത്യാസം കണ്ടോ? എന്തോ ഒരു വ്യത്യാസം. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെ വ്യത്യാസമായി. AD 610 ഗ്രിഗറിക്ക് ശേഷം വന്ന പോപ്പ് ബോണിഫസ് 4 പോപ്പ് എന്ന നാമം സാർവ ലോക സഭകളുടെ നേതാവിനായി ഉയർത്തി. സാർവ അന്നറിയപ്പെടുന്ന റോമിൻ്റെ കീഴിലുള്ള എല്ലാ സഭകളുടെയും അതേ അധിപനായിട്ട് റോമിലെ അതേ പോപ്പ് എന്നുള്ള നാമകരണത്തോടു കൂടി മാറുവാനിടയായിത്തീർന്നു. പോപ്പുമാരുടെ അധികാരം വർദ്ധിച്ചു. അങ്ങനെ AD 709 പാപ്പാമാരുടെ പാദം ചുംബിക്കുന്ന ആചാരം ആരംഭിച്ചത് ഞാൻ മുമ്പ് ഓർപ്പിച്ചുവല്ലോ. അങ്ങനെ പല ആചാരങ്ങളും പാപ്പ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ആ സ്ഥാനപ്പേരുമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ മേൽ, മറ്റു ബിഷപ്പുമാരുടെ മേൽ, ഇടവ അംഗങ്ങളുടെ മേൽ, പട്ടക്കാരുടെ മേൽ, അത് മേൽപ്പട്ടക്കാരുടെ മേൽ അധികാരമുള്ളത് കൊണ്ട് കുതിര കയറുവാനായിട്ട് തുടങ്ങുകയും ഏകാധിപതികളെ പോലെ പാപ്പാമാര് ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നിന് പറയുന്നു, ഈ കാലഘട്ടങ്ങളിൽ റോമിലെ അതേ ചക്രവർത്തിമാരെ പോലും അവരെന്ത് ചെയ്യുന്നറിയോ? വെല്ലുവിളിക്കുകയും കീഴ്പ്പെടുത്തുകയും ഇവരുടെ ആജ്ഞാനവർത്തികളായിട്ട് മാറ്റപ്പെടത്തക്ക രീതിയിൽ അധികാരം ഉപയോഗിക്കുകയും ചെയ്തത് നമ്മൾ ചരിത്രത്തിലൂടെ വായിക്കുന്നുണ്ട്. കത്തോലിക്ക മതവും സ്ഥാപനങ്ങളും കച്ചവട സംസ്കാരത്തിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. അതിനായി ധനഗമന മാർഗത്തിനുള്ള പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്തു. കുരിശ് വീടുകൾ തോറും അത് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനു വേണ്ടിയിട്ട് പ്രത്യേക അത് അച്ചുകൂടമൊക്കെ ഉണ്ടാക്കി പല പെരുന്നാളുകളിലും ഒക്കെ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടാക്കിയ കാലഘട്ടമാണ് AD 709. കുരിശ്, തിരുശേഷിപ്പ്, രൂപങ്ങൾ ഇവയെല്ലാം നിർമ്മിക്കുവാനും അവയെ ആരാധിക്കുവാനും അത് കെട്ടിത്തൂങ്ങി, അത് നമ്മളെ ഈ കഴുത്തേലും അതുപോലെയൊക്കെയുള്ള സ്ഥലത്ത് അത് കെട്ടിത്തൂങ്ങിക്കൊണ്ട് നടക്കുവാനും ഒക്കെ തുടങ്ങിയത് AD 786 AD 786. യേശുവിൻ്റെ അമ്മയ്ക്ക് AD 431 മുതൽ ആരാധനയിൽ പ്രാധാന്യം കൊടുത്തപ്പോൾ യേശുവിൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന ഔസേപ്പ് പിതാവിന് എന്തെങ്കിലും സ്ഥാനം അത് കൊടുക്കണമെന്നുള്ള മുറവിളി ജനങ്ങളിൽ നിന്നും വന്നു, ഭക്തരിൽ നിന്ന് വന്നു. ശ്രദ്ധിച്ചേ, ഈ യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ഭയങ്കര സ്ഥാനം, യേശുവിനെക്കാട്ടിലും വലിയ സ്ഥാനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കത്തോലിക്കരുടെ ഇത് രഹസ്യം ചൊല്ലിൽ അത് 10 പ്രാവശ്യം മറിയയ്ക്ക് സ്തുതി ചൊല്ലുമ്പോൾ 1 പ്രാവശ്യമായി ഈശോയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ
വീടുകളിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും മറിയയ്ക്ക് ഭയങ്കര അംഗീകാരം ലഭിക്കുമ്പോൾ യേശുവിൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന ഔസേപ്പിതാവിന് യാതൊരു പരിഗണനയും കിട്ടുന്നില്ല. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അവർ അച്ഛന്മാരോട് പറഞ്ഞു, അച്ഛന്മാർ മേൽപ്പട്ടക്കാരോട് പറഞ്ഞു, മേൽപ്പട്ടക്കാർ മെത്രാന്മാരോട് പറഞ്ഞു. അങ്ങനെ പോപ്പിൻ്റെ അതേ ചെവിയിൽ ചെല്ലുവാനിടയായി. AD 890 വിശുദ്ധ ഔസേപ്പിനുള്ള വണക്കം ആരംഭിക്കുവാൻ തുടങ്ങി. എന്നാണെന്നറിയാവോ? AD 890 ഔസേപ്പ് പിതാവിനോടുള്ള വണക്കം ആരംഭിച്ചു. എങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന് കാര്യമായ വലിയ ഒരു പരിഗണനയൊന്നും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അങ്ങേരുടെ കാര്യം ഭയങ്കര പരിതാപകരമാണ്. ഞാൻ കുറവലങ്ങാട് ഇരിക്കുമ്പോൾ അവിടെ കോഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കോഴ MC റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ ആ ചെറിയ പള്ളി കാണാൻ കഴിയും. അവിടെ ആ കോഴ ജംഗ്ഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ പള്ളിയുണ്ട്. അത് ഔസേപ്പ് പിതാവിൻ്റെ വണക്കവാസ പള്ളിയാണ്. അപ്പോൾ 11 മാസവും അവിടെ ഒരു പ്രാർത്ഥനയും ഇല്ല, ഒന്നുമില്ല. എന്നാൽ മാർച്ച് 1 മുതൽ 31 വരെയാണ് ഔസേപ്പ് പിതാവിൻ്റെ വണക്കവാസം ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്തിരിക്കുക, ഫെബ്രുവരി പകുതിയാകുമ്പോൾ അവിടെ എല്ലാം പെയിൻ്റൊക്കെ അടിച്ച് ചുക്കരിയൊക്കെ ഒന്ന് തൂത്ത് ഈ രൂപം പുറത്തെടുക്കും. പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം, പ്രാവിൻ കാഷ്ടവും ചുക്കിലിയും ആകപ്പാടെ പൊടിയും പിടിച്ച് വികൃതമായിരിക്കുന്ന ഒരു ഔസേപ്പ് പിതാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ സുവിശേഷ പ്രവർത്തനമായിട്ട് അതിലൂടെ പോകുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഈ പെരുന്നാളിൻ്റെ സമയത്ത്, വണക്കവാസത്തിൻ്റെ സമയത്ത് പുറത്തെടുത്ത് കഴുകത്തില്ല, കഴുകിയാൽ മണ്ണ, അത് ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തൂത്ത് വൃത്തിയാക്കി നല്ല പെയിൻറ്ററെ വിളിച്ചെന്ത് ചെയ്യുന്നറിയാവോ, ആ ചിരിക്കുന്ന മുഖമൊക്കെ കൊടുത്ത് നല്ലപോലെ പെയിൻറ് ചെയ്ത് മാർച്ച് 1 തീയതി മുതൽ 31 വരെ ഭക്തജനപ്രവാഹമാണ്. ഭക്തജനപ്രവാഹം വന്നിട്ട് തൊട്ടുമുത്തുന്നു, പ്രാർത്ഥിക്കുന്നു, മുട്ടുമടക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, നേർച്ചകൾ കൊടുക്കുന്നു. ഓരോ ദിവസവും അത് നേർച്ച പായസവും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നു. ഭയങ്കര പരിപാടിയാണ്. 31 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങേരെക്കുറിച്ച് ഒരു അനക്കവും ഇല്ല. അതുകൊണ്ട് വളരെ പരിതാപകരമായി പോകുന്ന ഒരു വിശുദ്ധനാണ് ഔസേപ്പ് പിതാവ്. എങ്കിലും കത്തോലിക്ക മതം അദ്ദേഹത്തെ മാർച്ച് മാസത്തിലെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഇവിടെ ഈ വിശുദ്ധന്മാരെയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുവാനും കാലാകാലങ്ങളിൽ അത് ഇതുപോലെയുള്ള ഒത്തിരി അത് ദൈവങ്ങളുടെ അടുക്കലേക്ക് ഭക്തജനങ്ങൾ പ്രവഹിക്കുന്നത് കൊണ്ടും അവരിലൂടെ അനവധി പൈസ അല്ലെങ്കിൽ ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടും എന്ത് ചെയ്യുന്നറിയാമോ, ഇതിനൊക്കെ അങ്ങോട്ട് വളം വെച്ചു കൊടുക്കുവാൻ തുടങ്ങി. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ കത്തോലിക്ക മതവിശ്വാസികൾ പുരോഹിതർ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വിശുദ്ധന്മാരെ പാലൂട്ടി വളർത്തുന്നതിനാൽ തുടർന്ന് അനേക വിശുദ്ധന്മാരെയും വിശുദ്ധമതികളെയും പുണ്യവാളന്മാരെയും പുണ്യവതികളെയും വാഴ്ത്തപ്പെട്ടവരെയും കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാർ മൊത്തമായും ചില്ലറയായും, ശ്രദ്ധിക്കണം, ചിലപ്പം കേട്ടില്ലേ, 12 പേരെ ഒരുമിച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നു, 4 പേരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മൊത്തമായും ചില്ലറയായും വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പണം പിടുങ്ങണം. അതിനുവേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ഒരു പാപി രക്ഷിക്കപ്പെട്ടാൽ ഓൺ ദ സ്പോട്ടിൽ അവരാരായിത്തീരുമെന്നറിയാവോ? വിശുദ്ധന്മാരായിത്തീരും. അല്ല, നോക്കിക്കേ, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും, കണ്ടോ, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് അംശവടി കുത്തിയല്ല ഒരുത്തനെ വിശുദ്ധനാക്കുന്നത്. പിന്നെങ്ങനെയാണ്? അതേ സ്തോത്രം, രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി തീർന്നു കഴിഞ്ഞാൽ അവരെ വിശുദ്ധന്മാരായിട്ടാണ് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം.
1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. മരിച്ചവരെ അല്ല വിശുദ്ധന്മാരെന്ന് പറയുന്നത്, ജീവനുള്ളവരെയാ. ഒത്തിരി വേദഭാഗമുണ്ടൊന്നും വായിക്കുവാൻ ഞങ്ങൾ സമയമെടുക്കുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനം 1:1, എഫേസ്യ ലേഖനം 1:1, ഫിലിപ്പിയ ലേഖനം 1:1, കൊളോസ്യ ലേഖനം 1:2, 1 തിമോഥെയോസിന്റെ ലേഖനം 3:13, 2 തിമോഥെയോസ് 1:10. ഒത്തിരി ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിക്കൂ, എന്തിനാ ദൈവം നമ്മളെ വിളിച്ചെന്നറിയാവോ? 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 7-ാം വാക്യം. ദൈവം നമ്മളെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ശ്രദ്ധിക്കണം, നമ്മളെ വിളിച്ചത് എന്തിനാണ്? വിശുദ്ധിക്കായിട്ടാണ് വിളിച്ചത്. വിശുദ്ധന്മാരായിട്ട് ജീവിക്കാനാണ് വിളിച്ചത്. അശുദ്ധിയെല്ലാം പുറകിലേക്ക് തള്ളിക്കളഞ്ഞ് വിശുദ്ധപരമായിട്ട്, അതേ സ്തോത്രം, ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാം ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തിൻ്റെ അകത്ത് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുക, നിങ്ങളുടെ ഈ അശുദ്ധ പാരമ്പര്യം, പിതൃപാരമ്പര്യം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വിശുദ്ധരാകണമെന്ന് വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തുന്നു. എന്ന് വായിച്ചേ. അവിടെ വായിക്കുന്നത്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ദൈവം തമ്പുരാൻ പറയാ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞല്ല, ജീവനുള്ളപ്പോൾ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. അടുത്തത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. അടുത്തത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി പറഞ്ഞ ഈ 2000 അത് ഈ പാരമ്പര്യം ഉണ്ടല്ലോ, പത്രോസ് അപ്പോസ്തലൻ കീറി ഒട്ടിക്കുക ഭിത്തിയൻ. എന്തുവാ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കുറച്ച് പാരമ്പര്യങ്ങളല്ല, ചില ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല. അത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നു. കണ്ടോ? അങ്ങനെയാണ് വിശുദ്ധ ജീവിതം ചെയ്യേണ്ടത്. അല്ലാതെ കൂട്ടമായിട്ടും മൊത്തമായും ചില്ലറയായിട്ടും ഇങ്ങനെ കമ്പോളച്ചരക്ക് പോലെ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്ന പരിപാടിയല്ല വിശുദ്ധ വേദപുസ്തകം നമ്മൾക്ക് തരുന്ന സൂചനകൾ. എന്നാൽ റോമാമതത്തിൽ മരിച്ച് മൺമറഞ്ഞു പോയവരെ നാളുകൾ കഴിഞ്ഞാണ് മെത്രാന്മാരും പുരോഹിതന്മാരും എല്ലാം കൂടി ആലോചിച്ച് വിശുദ്ധ പദവിയിൽ ഒരാളെ കൊണ്ടുവരുന്നത്. അങ്ങനെ AD 995 മരണമടഞ്ഞ പുണ്യാത്മാക്കൾക്ക് ജോൺ 14 മാർപ്പാപ്പ വിശുദ്ധ പദവി നൽകി. ശ്രദ്ധിച്ചേ, റോമാമതക്കാരുടെ പരിപാടികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ പാരമ്പര്യങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ മുമ്പേ വായിച്ച് അത് നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ ഈ തിരുവചനങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. തെറ്റായ അശുദ്ധപരമായ ആചാരങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ. ആ ആചാരങ്ങളിൽ നിന്ന്, വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിന്ന് വിട്ട് വിശുദ്ധ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുവോ അതിലേക്ക് കടന്നു വന്ന് ആചരിച്ച് ആ കർത്താവിനെ അതേ രക്ഷിതാവായും കർത്താവിനെ അതേ ദൈവമായും അംഗീകരിച്ച് മുൻപോട്ട് പോയാൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന്
കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായിത്തീരും, നിങ്ങളെ വിടിവിപ്പാനിടയായിത്തീരും, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനിടയായിത്തീരും. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി ദൈവം നിങ്ങളെ പാലിക്കുവാനിടയായിത്തീരും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്തവും പിതൃപാരമ്പര്യത്തിൽ നിന്നും വിടുവിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള മക്കളായി കർത്താവെ അവരെ തീർക്കണതിനായി പ്രാർത്ഥിക്കുന്നു. ഇവരെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും അതേ വിശുദ്ധപരമായ ജീവിതം നയിപ്പാനും എല്ലാവരെയും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കരുത്. വ്യർത്ഥമായ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങി അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ദൈവം ഇടയാക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും ദൈവവചനത്താൽ അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണം. വിശേഷാൽ ഇങ്ങനെ ഒരു അവസരം അത് സാംസ് ടിവിയും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഷാജി ബ്രദറും ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥനകരനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ